നമസ്കാരം, പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ട്. സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പ്രചരണങ്ങൾ വ്യാജമെന്ന് ഡൊണാൾഡ് ട്രംപ്. രേഖാമൂലം സംബന്ധിച്ച കാര്യങ്ങളുമായി ഒരു ബന്ധവുമില്ല. ഇന്ത്യൻ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ ഇറാനെന്നും ട്രംപ്. ദുബായ് അൽ മക്തൂം വിമാനത്താവളത്തിന്റെ വിപുലീകരണ പദ്ധതികളിൽ മാറ്റമില്ലെന്ന് ദുബായ് എയർപോർട്ട് സിഇഒ പോൾ ഗ്രിഫിത്ത്. പശ്ചിമേഷ്യൻ സംഘർഷം പദ്ധതിയെ ബാധിച്ചിട്ടില്ല. നിശ്ചയിച്ച സമയത്തിൽ പദ്ധതി പൂർത്തീകരിക്കുമെന്നും പോൾ ഗ്രിഫിത്ത്. മലിഹ റോഡിൽ നാളെ മുതൽ ഗതാഗത നിയന്ത്രണം. റോഡ് അടച്ചിടുക പുലർച്ചെ 1 മുതൽ വൈകിട്ട് 6 വരെ. നടപടി നിയന്ത്രണം ഇത്തിഹാദ് റെയിൽവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. ടൂറിസം വരുമാനത്തിൽ മറ്റ് അറബ് രാജ്യങ്ങളെ ബഹുദൂരം പിന്നിലാക്കി സൗദി അറേബ്യ. കഴിഞ്ഞ വർഷം നേടിയത് $4,260 കോടി. വിശദമായ വാർത്തകളിലേക്ക്. ഇറാനും അമേരിക്കയും സമാധാന കരാറിലേക്ക് അടുക്കുന്നുവെന്ന് പറയുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിൽ ഭിന്നത നിലനിൽക്കുന്ന വ്യക്തമാകുന്നതാണ് പുറത്തുവരുന്ന പ്രതികരണങ്ങൾ. സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ഇറാൻ പ്രചരിപ്പിക്കുന്ന വിവരങ്ങൾ വ്യാജമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. രേഖാമൂലം സംബന്ധിച്ച കാര്യങ്ങളുമായി ഒരു ബന്ധമില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഇന്നലെ രാത്രി ഇറാനെതിരെ അതിശക്തമായ ആക്രമണം നടത്തുമെന്ന് ആദ്യം പ്രഖ്യാപിച്ച ട്രംപ് പിന്നീട് മലക്കം മറിയുകയായിരുന്നു. ഇറാന്റെ ഉന്നത നേതൃത്വവുമായി നടത്തിയ ചർച്ചകൾ വിജയിക്കുകയും അവർ ധാരണ അംഗീകരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇറാന് നേരെ നടത്താനിരുന്ന ആക്രമണങ്ങൾ US പ്രസിഡന്റ് എന്ന നിലയിൽ താൻ റദ്ദാക്കുന്നുവെന്നാണ് ട്രംപ് പിന്നീട് പറഞ്ഞത്. അമേരിക്ക, ഇസ്രയേൽ, സൗദി അറേബ്യ, UAE, ഖത്തർ, തുർക്കി, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഈ ചർച്ചകളുടെ ഭാഗമാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. സമാധാന കരാർ ഈ വാരാന്ത്യത്തിൽ ഒപ്പിടുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. കരാറിൽ ഒപ്പുവെക്കുന്നതോടെ ഹോർമസ് തുറക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. UAE-ൽ സ്വർണ്ണവിലയിൽ നേരിയ കുതിപ്പ്. 24 മണിക്കൂറിനിടയിൽ 13 ദിർഹത്തിന്റെ വർധനയാണ് ഉണ്ടായത്. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 467 ദിർഹം 75 ഫിൽസാണ് ഇന്നത്തെ നില. സമാധാന കരാർ ഉടൻ ഉണ്ടാകുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് UAE-ൽ സ്വർണ്ണവിലയിൽ വർധന രേഖപ്പെടുത്തി. 24 മണിക്കൂറിനിടയിൽ 13 ദിർഹത്തിന്റെ വർധനവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത്. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് ഒറ്റ ദിവസം സ്വർണ്ണവിലയിൽ 467.75 ദിർഹമായി ഉയർന്നു. 24 കാരറ്റ് സ്വർണം ഗ്രാമിന് 505 ദിർഹമാണ് ഇന്നത്തെ നിരക്ക്. 21 കാരറ്റിന് 448 ദിർഹം 5 ഫിൽസും 18 കാരറ്റിന് 384 ദിർഹം 25 ഫിൽസും നൽകണം. 14 കാരറ്റ് സ്വർണം ഗ്രാമിന് 299.75 ദിർഹമാണ് ഇന്നത്തെ നിരക്ക്. അതേസമയം ആഗോള വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വില 2.2% വർദ്ധിച്ച് ഔൺസിന് $4,188 എത്തി. US ബോണ്ട് ഈൽഡിലെ നേരിയ കുറവും ഡോളറിന്റെ സ്ഥിരതയും സ്വർണ്ണവില ഒരു പരിധിവരെ സ്ഥിരത കൈവരിക്കാൻ കാരണമായതായി നിരീക്ഷകർ വിലയിരുത്തുന്നു. പണപ്പെരുപ്പ ആശങ്കകൾ വീണ്ടും വർദ്ധിക്കുകയും ബോണ്ട് ഈൽഡും ഡോളറിന്റെ മൂല്യവും ഉയരുകയും ചെയ്താൽ ആഗോള വിപണിയിലും UAE-ലും സ്വർണ്ണവില ഇനിയും താഴേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിലെ ആഗോള സാമ്പത്തിക അന്തരീക്ഷം സ്വർണ്ണവിലയ്ക്ക് വെല്ലുവിളിയാകാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് NTV. ദുബായ് അൽ മക്തൂം വിമാനത്താവളത്തിന്റെ വിപുലീകരണ പദ്ധതികളിൽ മാറ്റമില്ലെന്ന് ദുബായ് എയർപോർട്ട് സിഇഒ പോൾ ഗ്രിഫിത്ത് വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം പദ്ധതിയെ ബാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുൻപ് നിശ്ചയിച്ചിരുന്ന തീയതിയിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നും പോൾ ഗ്രിഫിത്സ് വ്യക്തമാക്കി. സമീപകാല സംഭവ വികാസങ്ങൾ ദുബായിലെ വ്യോമയാന മേഖലയുടെ ദീർഘകാല പദ്ധതികളെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു.
ദുബായിൽ നിന്നും ഷാർജയിലേക്കുള്ള സിംഗിൾ ലൈൻ എക്സിറ്റിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഇത്തിഹാദ് റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ നടപടി. പുലർച്ചെ 1 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് റോഡ് അടച്ചത്. അടിസ്ഥാന സൗകര്യ വികസന ജോലികൾ നടക്കുന്നതിനാൽ നാളെ മുതൽ ജൂൺ 22 തിങ്കളാഴ്ച വരെയുള്ള 10 ദിവസത്തേക്ക് രാത്രികാലങ്ങളിൽ താൽക്കാലികമായി റോഡ് അടച്ചിടുമെന്ന് ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ഈ ദിവസങ്ങളിൽ ദിവസേന പുലർച്ചെ 1 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള 5 മണിക്കൂറാണ് റോഡ് പൂർണ്ണമായും അടച്ചിടുക. എമിറേറ്റ്സ് റോഡിൽ നിന്നും മലീഹ സ്ട്രീറ്റ് ഇന്റർചേഞ്ചിനും പ്രശസ്തമായ ഷാർജ മസ്ജിദിനും സമീപമുള്ള പ്രധാന എക്സിറ്റിലാണ് ഇത്തിഹാദ് റെയിലിന്റെ നിർമ്മാണ ജോലികൾ നടക്കുന്നത്. പുലർച്ചെ സമയങ്ങളിൽ ഈ പാത വഴി യാത്ര ചെയ്തവർ തങ്ങളുടെ യാത്രകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. ഗതാഗത തടസ്സം ഒഴിവാക്കാൻ റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള താൽക്കാലിക ബോർഡുകളും ബദൽ പാതകളിലേക്കുള്ള ദിശാസൂചകങ്ങളും കൃത്യമായി പാലിക്കാൻ യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് അതോറിറ്റി വ്യക്തമാക്കി. NTV ദുബായ്. അബുദാബി ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് സ്ട്രീറ്റിൽ ഗതാഗത നിയന്ത്രണം. റോഡ് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജൂൺ 22 വരെയാണ് നിയന്ത്രണം. അബുദാബിയിലെ പ്രധാന ഗതാഗത പാതകളിലൊന്നായ ഷെയ്ഖ് റാഷിദ് ബിൻ സൗദ് സ്ട്രീറ്റിൽ റോഡ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അബുദാബി മൊബിലിറ്റി ഭാഗിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ജൂൺ 22 വരെ നിയന്ത്രണങ്ങൾ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. റോഡ് പൂർണ്ണമായി അടയ്ക്കുന്നില്ലെങ്കിലും ചില ലൈനുകൾ താൽക്കാലികമായി അടയ്ക്കുകയും ഗതാഗതം മറ്റു വഴികളിലേക്ക് വഴിതിരിച്ചു വിടുകയും ചെയ്യും. പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരങ്ങളിലും തിരക്കേറിയ സമയങ്ങളിൽ യാത്രാസമയം വർദ്ധിക്കാനും സമീപ റോഡുകളിൽ വാഹനത്തിരക്ക് അനുഭവപ്പെടാനും സാധ്യതയുണ്ടെന്നും അബുദാബി മൊബിലിറ്റി മുന്നറിയിപ്പ് നൽകി. താൽക്കാലിക ബോർഡുകളിൽ നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും യാത്രയ്ക്ക് അധിക സമയം വേണ്ടിവരുമെന്നതിനാൽ മുൻകൂട്ടി പ്ലാൻ ചെയ്യണമെന്നും യാത്രക്കാരോട് അബുദാബി മൊബിലിറ്റി അഭ്യർത്ഥിച്ചു. ഗതാഗത തിരക്ക് ഒഴിവാക്കാൻ ബദൽ റോഡുകൾ ഉപയോഗിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. NTV അബുദാബി. UAE-യിലെ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് ഡെലിവറി ജീവനക്കാർക്ക് വലിയ ആശ്വാസമേകുന്ന പദ്ധതിയുമായി മാനവവിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെ നീണ്ടു നിൽക്കുന്ന ഉച്ചവിശ്രമ നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. രാജ്യത്തുടനീളം അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ 12,000-ലധികം AC വിശ്രമ കേന്ദ്രങ്ങളാണ് മന്ത്രാലയം ഒരുക്കുന്നത്. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്ന തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത് നിയമപരമായി നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ സ്ഥിരമായ ഒരു ഓഫീസോ പ്രവർത്തന കേന്ദ്രമോ ഇല്ലാത്ത ഡെലിവറി ജീവനക്കാരുടെ പ്രത്യേക സാഹചര്യം പരിഗണിച്ചാണ് ഈ വിശ്രമ കേന്ദ്രങ്ങൾ സജ്ജമാക്കുന്നത്. അത്യാവശ്യ സാധനങ്ങൾ കൃത്യസമയത്ത് എത്തിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ഫോണിലെ ഇന്ററാക്റ്റീവ് മാപ്പുകൾ വഴി ജീവനക്കാർക്ക് തൊട്ടടുത്തുള്ള വിശ്രമ കേന്ദ്രം കണ്ടെത്താനാകും. നിശ്ചിത സമയങ്ങളിൽ ജോലി തുടരണോ അതോ നിർത്തിവെക്കണമോ എന്ന് അതത് കമ്പനികളുമായി ആലോചിച്ച് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇവർക്കുണ്ട്. ഗവൺമെന്റ് സ്വകാര്യ പങ്കാളിത്തത്തിന്റെ മികച്ചൊരു മാതൃകയാണ് ഈ പദ്ധതിയെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ദുബായ് RTA, അബുദാബി മൊബിലിറ്റി, വിവിധ എമിറേറ്റുകളിലെ സാമ്പത്തിക വികസന വകുപ്പുകൾ, പ്രമുഖ ഡെലിവറി പ്ലാറ്റ്ഫോമുകളായ തലാബത്ത്, ഡെലിവറു, നൂൺ, കരീം, കീറ്റ എന്നിവയും നിരവധി ഷോപ്പിംഗ് മാളുകളും റെസ്റ്റോറന്റുകളും ഈ പദ്ധതിയിൽ പങ്കാളികളാകുന്നുണ്ട്. NTV അബുദാബി. ഗതാഗത മേഖലയിലെ ഡിജിറ്റൽ നവീകരണവും AI സാങ്കേതിക വിദ്യകളും കൂടുതൽ ശക്തമാക്കുന്നതിനുമായി അജ്മാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയും UAE-യിലെ പ്രമുഖ ടെലികോം ഗ്രൂപ്പായ E& കമ്പനിയും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. 3ാമത് വാർഷിക ഗവൺമെന്റ് സൈബർ സെക്യൂരിറ്റി ഉച്ചകോടിയുടെ വേദിയിലാണ് ഇരു വിഭാഗവും കരാറിൽ ഒപ്പിട്ടത്. ഗതാഗത അതോറിറ്റിയുടെ ദൈനംദിന ഓഫീസ് പ്രവർത്തനങ്ങൾ, ധനകാര്യം, മനുഷ്യവിഭവശേഷി എന്നിവ കൂടുതൽ കാര്യക്ഷമമാക്കാൻ അത്യാധുനിക AI സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ജീവനക്കാരുടെ ശമ്പള വിതരണം, അവധി രേഖപ്പെടുത്തൽ, ലേബർ മാനേജ്മെന്റ്, സാമ്പത്തിക റിപ്പോർട്ടുകൾ തയ്യാറാക്കൽ എന്നിവയെല്ലാം ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ ഓട്ടോമേറ്റഡ് സംവിധാനത്തിലേക്ക് മാറും. ഇത് പ്രവർത്തന മികവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സ്മാർട്ട് പ്ലാനിംഗ്, ഡേറ്റ അനലിറ്റിക്സ് എന്നിവയിലൂടെ മികച്ച ഉപയോക്തൃ സേവനം ലഭ്യമാക്കും. യാത്രക്കാരുടെ എണ്ണവും യാത്രാ വിവരങ്ങളും കൃത്യമായി വിശകലനം ചെയ്ത് ബസ് റൂട്ടുകളും സമയക്രമങ്ങളും സ്മാർട്ട് സംവിധാനത്തിലേക്ക് മാറ്റാനും ഈ പങ്കാളിത്തത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ഇത് ബസ് സർവീസുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും
ഇന്ധനക്ഷമത ഉറപ്പാക്കാനും സഹായിക്കും. കൂടാതെ കമ്പ്യൂട്ടർ വിഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വിമാനത്താവളങ്ങളിലോ സ്റ്റേഷനുകളിലോ ഉള്ള ആളുകളുടെ തിരക്ക് നിയന്ത്രിക്കാനും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും AI അധിഷ്ഠിത വീഡിയോ നിരീക്ഷണം ഏർപ്പെടുത്തും. ഡിജിറ്റൽ പരിവർത്തനത്തിന് അനുസൃതമായി ജീവനക്കാരുടെ തൊഴിൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യേക AI പരിശീലന പരിപാടികളും കരാറിന്റെ ഭാഗമായി നടപ്പിലാക്കും. NTV, അജ്മാൻ. മറ്റൊരു വാഹനത്തെ പിന്തുടർന്ന് ഡ്രൈവറെ ആക്രമിച്ച കേസിൽ പ്രതിക്ക് 3 മാസം തടവ് ശിക്ഷ. ഡ്രൈവറുടെ ലൈസൻസ് 1 വർഷത്തേക്ക് റദ്ദാക്കാനും കോടതി ഉത്തരവിട്ടു. റോഡ് നിയമങ്ങൾ പാലിക്കാൻ ഡ്രൈവർ ശ്രദ്ധിക്കണമെന്ന് മറ്റുള്ളവരുടെ ജീവന് ഭീഷണിയാകുന്ന ഇടപെടലുകൾ അനുവദിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. റോഡിൽ മറ്റുള്ളവരുടെ ജീവന് ഭീഷണിയാകുന്ന ട്രാഫിക് നിയമലംഘകർക്കെതിരെ UAE അധികൃതർ കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ദുബായ് ട്രാഫിക് പ്രോസിക്യൂഷന്റെ നിർണായക ഉത്തരവ്. അശ്രദ്ധമായി വാഹനം ഓടിച്ച പ്രതി പരാതിക്കാരന്റെ വാഹനത്തിന് മുകളിലേക്ക് പെട്ടെന്ന് വെട്ടിച്ചു കയറ്റുകയും തുടർന്ന് പിന്തുടർന്ന് നിർബന്ധപൂർവ്വം വാഹനം തടയുകയുമായിരുന്നു. പിന്നീട് വാഹനത്തിൽ നിന്ന് പുറത്തിറക്കി ഇയാൾ പരാതിക്കാരനെ മർദ്ദിച്ചതായും പരാതിയുണ്ട്. പ്രതിക്ക് 3 മാസം തടവ് ശിക്ഷയാണ് ദുബായ് കോടതി വിധിച്ചത്. തടവ് ശിക്ഷയ്ക്ക് പുറമെ ഇയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് 1 വർഷത്തേക്ക് റദ്ദാക്കാനും കോടതി ഉത്തരവിട്ടു. ഡ്രൈവർമാർ എപ്പോഴും സ്വയം നിയന്ത്രണം പാലിക്കണമെന്നും സമൂഹത്തിന്റെ സംസ്കാരം പ്രതിഫലിപ്പിക്കുന്ന റോഡ് മര്യാദകൾ പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നും സീനിയർ അഡ്വക്കേറ്റ് ജനറലും ട്രാഫിക് പ്രോസിക്യൂഷൻ തലവനുമായ കൌൺസിലർ സ്വലാഹ് അൽ ഫലാസി പറഞ്ഞു. നിയമലംഘകർക്കെതിരെ നടപടിയെടുക്കാൻ സുരക്ഷാ ഗതാഗത അധികാരികൾക്ക് മാത്രമാണ് അധികാരമുള്ളതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഫെഡറൽ ട്രാഫിക് നിയമപ്രകാരം UAEയിൽ പെട്ടെന്ന് വാഹനം വെട്ടിച്ചു കയറ്റുന്നത് ഗുരുതരമായ ഗതാഗത നിയമലംഘനമാണ്. ഇതിന് 1000 ദിർഹം പിഴയും 4 ബ്ലാക്ക് പോയിന്റുകളുമാണ് ശിക്ഷ. എന്നാൽ അപകടത്തിന്റെ തീവ്രതയനുസരിച്ച് കനത്ത പിഴയും തടവ് ശിക്ഷയും ഉൾപ്പെടെയുള്ള കർശന നടപടികളും നേരിടേണ്ടി വരും. NTV, ദുബായ്. കഴിഞ്ഞ വർഷത്തെ ആകെ ടൂറിസം വരുമാനത്തിൽ മറ്റ് അറബ് രാജ്യങ്ങളെ ബഹുദൂരം പിന്നിലാക്കി സൗദി അറേബ്യക്ക് വൻ മുന്നേറ്റം. $4260 കോടി സ്വന്തമാക്കിയാണ് സൗദി അറേബ്യ അറബ് ലോകത്തെ 1ാം സ്ഥാനം അലങ്കരിക്കുന്നത്. വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ ടൂറിസം വരുമാനത്തിന്റെ കൃത്യമായ കണക്കുള്ളത്. ടൂറിസം വരുമാനത്തിൽ $1720 കോടി ഈജിപ്താണ് പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ളത്. മൊറോക്കോ $1480 കോടി വരുമാനത്തോടെ 3ാം സ്ഥാനത്തെത്തി. $780 കോടി സ്വന്തമാക്കി ജോർദാനാണ് 4ാം സ്ഥാനത്തുള്ളത്. മറ്റു ഗൾഫ് രാജ്യങ്ങളായ ബഹ്റൈൻ $540 കോടി, ഖത്തർ $530 കോടി സ്വന്തമാക്കി പട്ടികയിൽ ഇടം പിടിച്ചു. $460 കോടി വരുമാനത്തോടെ ലബനൻ 7ാം സ്ഥാനത്താണ്. $210 കോടി കുവൈത്തും പട്ടികയിലുണ്ട്. NTV, റിയാദ്. NTV UAE, to the world.